ഹലോ വെൽക്കം ടു ഇംഗ്ലിറ്റോറ BA ഇംഗ്ലീഷ് ജേർണി ത്രൂ ദ വേൾഡ് ഓഫ് പോയട്രിയിലെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള മേഘദൂതയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മേഘദൂത് എഴുതിയിട്ടുള്ളത് കാളിദാസയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 4th to 5th സെഞ്ച്വറിയാണ്. ഹി വാസ് എ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ആൻഡ് ഹിസ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആർ അഭിജ്ഞാന ശാകുന്തളം, മാളവിക, അഗ്നിമിത്ര ആൻഡ് ഹിസ് എപ്പിക് പോയംസ് രഘുവംശ, കുമാരസംഭവ ആൻഡ് ഹിയർ മേഘദൂത വാസ് മേഘദൂത ക്ലൗഡ് മെസ്സഞ്ചർ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു കവിതയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ വർക്കാണ് സംസ്കൃതത്തിലെ. ഇതിൽ പറയുന്നത് യക്ഷൻ തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്നും നാട് കടത്തപ്പെട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം രാമഗിരി ഹിൽസിലേക്കാണ് അദ്ദേഹത്തിന് നാട് കടത്തപ്പെട്ടിട്ടുള്ളത്. അതിലൊരുപാട് ദുഃഖിതനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു മേഘത്തോട് തൻ്റെ സന്ദേശം തൻ്റെ ഭാര്യയ്ക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഈ കവിത 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്തിൽ മേഘം എങ്ങോട്ട് പോകണം, ഏത് വഴിയിലൂടെ പോകണം എന്നൊക്കെ യക്ഷൻ വിശദമായിട്ട് മേഘത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ യാത്ര ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള ഒരു കവിതയാണ്. കാളിദാസ ഒരുപാട് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഹിമാലയം, ടിബറ്റ് എന്നിവിടങ്ങളിലേക്കും മേഘം എത്തുന്നുണ്ട്. ഒരുപാട് നഗരങ്ങളും നദികളും മലകൾ, കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ മനോഹരമായിട്ടാണ് കാളിദാസ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ സ്റ്റോറി അളക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകുകയാണ്. അവിടെയാണ് യക്ഷൻ്റെ വൈഫ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ലോൺലി ആയിട്ടിരിക്കുന്ന തൻ്റെ ഭാര്യനെ ആലോചിച്ച് അവളുടെ വിഷമത്തൊക്കെ ഇമേജിൻ ചെയ്യുകയാണ്, എങ്ങനെയായിരിക്കും അവൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കംഫർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഇതിലൂടെ കാളിദാസ ഒരുപാട് ഇമോഷൻസിനെ കാണിക്കുന്നുണ്ട്. സെപ്പറേഷൻ, ഡിവോഷൻ, മെമ്മറി, ലോങ്ങിങ്, ഇതിനൊക്കെയാണ് ഇതിലൂടെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഒറിജിനലി ഈ പോയം 4 ലൈൻ സ്റ്റാൻസാസ് ആക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു റിതമാണ് ഇതിലുള്ളത്. മന്ത്രകാന്ത്ര മീറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഇതിൽ കാണിക്കുന്നത്. യക്ഷ ഗോഡ് ഓഫ് വെൽത്ത് ആയിട്ടുള്ള കുബേരൻ്റെ ഒരു അറ്റൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണശേഷം തൻ്റെ ഭാര്യയുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കൂടിയിട്ട് ജോലിയിൽ ശ്രദ്ധക്കുറവ് കാരണമാണ് 1 വർഷത്തിന് യക്ഷനെ എക്സൈലിന് അയക്കുന്നത് കുബേര. യക്ഷയെ രാമഗിരി ഹിൽസിലേക്കും അദ്ദേഹത്തിൻ്റെ വൈഫിനെ അളകയിലേക്കുമാണ് അയക്കുന്നത്. അളക ഹിമാലയസിലാണ്. ഈ ക്ലൗഡ് മെസ്സേജുമായിട്ട് പോകുന്നത് രാമഗിരിയിൽ നിന്നും അളകയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിൽ കോർ തീം എന്ന് പറഞ്ഞാൽ അത് ലവാണ്. അതായത് യക്ഷയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ കണക്ഷനാണ് ഇതിൻ്റെ കോർ തീമായിട്ട് കാണിക്കുന്നത്. അവർ ഈ കണക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലൗഡ് വഴിയാണ് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് സന്ദേശം അയക്കുന്നത്. അത് അവരുടെ തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. ഈ കവിതയുടെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ വീക്കാണ്. ഈ ദുഃഖം കാരണമാണ് അദ്ദേഹം ഒരുപാട് വീക്കായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ കാളിദാസൻ ഈ യക്ഷൻ്റെ ഇമോഷൻസിനെ നാച്ചുറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോയത്തിൽ കാണിക്കുന്നത്. മേഘം, നദി, മലകൾ എന്നിവ യക്ഷൻ്റെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു രീതിയിലാണ് കാളിദാസ് അതിനെ കാണിച്ചിട്ടുള്ളത്. ലോങ്ങിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. അതാണ് നമുക്കിതിൽ എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. അദ്ദേഹം തന്നെ ഭാര്യയുടെ അടുത്ത് എത്തും എന്നുള്ളൊരു ഹോപ്പിലാണ് അവിടെ നിൽക്കുന്നത്. ആ ഹോപ്പിലാണ് അദ്ദേഹം ഈ മേഘത്തിൻ്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നതും അങ്ങനെ ഇമാജിൻ ചെയ്യുന്നതൊക്കെ ആ ഒരു ലോങ്ങിങ്ങും ഹോപ്പും ഉണ്ടാകുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മേഘദൂതയിൽ പറയുന്നത്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണുക. അതിൻ്റെ നോട്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താങ്ക് യു.